നിയമനം വൈകുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നവർ മുഖത്ത് ചായം തേച്ചാണ് ഇന്ന് പ്രതിഷേധിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ഇന്ന് ഏപ്രിൽ 13 19-ാം തീയതി അവരുടെ 19-ാം തീയതി അർദ്ധരാത്രി ആ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുകയാണ്. ആർ അനന്തകൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. അനന്തൻ, പലതരത്തിലുള്ള പ്രതിഷേധ രീതികൾ അവർ അവലംബിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒറ്റക്കാലിൽ കല്ലുപ്പിൽ നിന്നുകൊണ്ടൊക്കെ പ്രതിഷേധിക്കുന്നത് കണ്ടു. ഇന്ന് ഇപ്പോൾ മുഖത്ത് ചായം തേച്ച് പ്രതിഷേധം. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടായ സമയത്ത് മുഖ്യമന്ത്രിയോട് ഈ വിഷയം ചോദിച്ചിരുന്നു. അത് പിന്നെ പറയാം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ഇനി പിന്നെ പറയാൻ ഇവരുടെ കയ്യിൽ കൊടുക്കാൻ സമയമില്ല എന്നുള്ളതാണ്. ആര്യ, ഇനിയൊരു 6 ദിവസം ഈ റാങ്ക് ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് നിർണായക ദിവസങ്ങളാണ്. കാരണം 19-ാം തീയതി ഇവരുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. അതിനു മുൻപ് ഒരു ഇത്തിരിയെങ്കിലും ആൾക്കാർക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവർ ഈ സമരം നടത്തുന്നത്. ആര്യ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ സെക്രട്ടേറിയറ്റിന്റെ നടയിൽ വ്യത്യസ്തമായ സമര രീതികളാണ് കണ്ടുകൊണ്ടിരുന്നത്. കല്ലുപ്പിൽ മുട്ടുകുത്തി നിന്ന് സമരം, കല്ലുപ്പിൽ കാല് അമർത്തി ചവിട്ടിക്കൊണ്ടുള്ള സമരം, ഈ ഞാൻ നിൽക്കുന്ന ഈ ഫുട്പാത്തിലൂടെ ശയനപ്രദക്ഷിണം നടത്തിക്കൊണ്ടുള്ള സമരം. അതിനുശേഷം ഇന്നിപ്പോൾ ഇവര് മുഖത്ത് ചായം തേച്ച് മൂകാഭിനയം, ഒരു മൈം കാഴ്ചവെക്കാനാണ് ഒരുങ്ങുന്നത്. ആ മൈമിന്റെ വിഷയം എന്താണ്? നമ്മൾ കടന്നു വന്ന വഴിയാണ് നമ്മളൊരു മൈമിലൂടെ കാണിക്കാൻ പോകുന്നത്. നമ്മൾ പഠിച്ചതും പരീക്ഷ എഴുതിയതും നമ്മൾ കഷ്ടപ്പെട്ട് ഫിസിക്കലി പാസ്സായതും പിന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്നതും നമുക്ക് ഉന്നതമായ റാങ്ക് വന്നതും നമ്മൾ സന്തോഷിക്കുന്നതും പിന്നെ നമ്മളെല്ലാവരും നോ വേക്കൻസി ആവുന്നതും നമ്മളെ എല്ലാവരുടെ മുമ്പിലൊരു കോമാളിയായി ഇരിക്കേണ്ടി വരുന്നതുമാണ് നമ്മൾ ഈ മൈമിലൂടെ കാണിക്കുന്നത്. ഇത്രയും ദിവസത്തെ ഈ ഇവിടുത്തെ ഒരു സമരാനുഭവം എന്തായിരുന്നു? നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഈ സമരം കണ്ടിട്ട് ജനങ്ങൾ കാണുന്നുണ്ട്, റോഡിൽ കൂടെ പോകുന്ന മാധ്യമങ്ങളിലൂടെ കേരളവും കാണുന്നുണ്ട്, പക്ഷേ ഈ സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. നമ്മൾ അങ്ങോട്ട് പോയി ഓരോരുത്തരുടെ കാല് പിടിക്കുന്ന മാത്രമേ നടക്കുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ അവസ്ഥ കണ്ട ഒരാൾ പോലും ഇങ്ങോട്ട് പല സംഘടനകളൊക്കെ നമ്മളെ കാണാൻ വേണ്ടി വന്നിരുന്നത്. അത് നമ്മളെ അനുവാദത്തോടൊന്നും കൂടിയല്ല. അവരിതുവരെ നമ്മളെ അവസ്ഥ കണ്ടിട്ട് വന്ന് നമ്മുടെ സുഖവിവരം അന്വേഷിച്ച് പോകും, അത്ര തന്നെ. അല്ലാതെ വേറെ ഒന്നും ഇല്ല. പിന്നെ അധികാരികളൊന്നും ഇതുവരെയും നമ്മുടെ ഒരവസ്ഥ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ആര്യ, നമ്മളുടെ ഈ PSC ടെസ്റ്റ് എഴുതി ആ PSC ടെസ്റ്റിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഒന്ന് കടന്നുകൂടണമെങ്കിൽ എന്തൊക്കെ കടമ്പകളുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കുട്ടികളാണ് ഇങ്ങനെ മുഖത്ത് ചായം തേച്ച് ഈ നടുറോഡിൽ, ഈ തലസ്ഥാന നഗരത്തിൽ ഭരണസ്ഥിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ പൊതുജനങ്ങൾ കാണെ ഇങ്ങനെ മുഖത്ത് ചായം തേച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്ന ഈ പെൺകുട്ടികളുടെ അവസ്ഥ. അത് നമ്മൾക്ക് അതിന്റെ വികാരം ഉൾക്കൊള്ളാൻ കഴിയും. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ഒറ്റ ഭരണകർത്താക്കൾക്കും ഇവരുടെ ഈ സമരം, ഇവർ ഇത്രയും ദിവസം ഇവിടെ നടത്തിയ സമരം, അതിന്റെ ഒരു ഏതെങ്കിലും തരത്തിൽ അവരുടെ മനസ്സിനെ സ്പർശിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടികൾ ഇവിടെ കഷ്ടപ്പെട്ട് ഈ മഴയത്തും വെയിലത്തും ഇവിടെ സമരം ചെയ്തിട്ട് ഒരു കുഞ്ഞു പോലും ഈ ഭരണസ്ഥിരാ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ ഇറങ്ങി വന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താ അവരോടൊന്ന് സംസാരിക്കാൻ പോലും തയ്യാറാകാത്തൊരവസ്ഥ. നിങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? ഈ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പേര്? ശ്രുതി. കണ്ണ് നിറയുകയാണ് ആ കുട്ടിയുടെ. എന്താണ് നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത? മാത്സ് ആണ്. അപ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ടെസ്റ്റ് എഴുതിയത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ കട്ട് ഓഫാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുവരെയും 700-ലധികം എപ്പോഴും അഡ്വൈസ് ആവാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയോടെയാണ് ഞാനും. എനിക്ക് 357-ാമത്തെ റാങ്കാണ്. അപ്പോൾ ഉറപ്പായിരുന്നു എനിക്ക് കിട്ടുമെന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് കോമാളിയായിട്ട് നിൽക്കാനുള്ളൊരു വിധി വന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് അവസ്ഥ എന്താണ്? നിങ്ങളുടെ ഈ ഒരു ജോലിയാണോ നിങ്ങളുടെ പ്രതീക്ഷ? നിങ്ങളുടെ ഏജ് ഓവർ ആവാറായി. വീട്ടില് ഒരുപാട് എൻ്റെ അനിയനും ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പോൾ അവന് നാളെ കഴിയും. അവനിന് വെറും 32 വേക്കൻസിയുടെ കുറവിലാണ് അവൻ പോണത്. അപ്പോൾ ആ ഒരു വിഷമവും വീട്ടിലുണ്ട്. എൻ്റെ അവസ്ഥയും ഇങ്ങനെയാണ്. അച്ഛൻ കൂലിപ്പണിയാണ്, പിന്നെ അമ്മ തൊഴിലുറപ്പിനൊക്കെ പോയാണ് അങ്ങനെ പഠിച്ച് ഇങ്ങനെ വന്നതാണ്. അപ്പോൾ ഒരുപാട് വീട്ടിൽ 2 പേരും പ്രതീക്ഷ വെച്ചിട്ട് ഇപ്പോൾ 2 പേർക്കും ഇല്ലാത്തൊരവസ്ഥ വന്നപ്പോൾ ദയനീയമാണ്. ഈ റാങ്ക് ലിസ്റ്റ് നിങ്ങൾ വന്നു, അതൊരു വലിയ ഭാഗ്യമാണ് റാങ്ക് ലിസ്റ്റ് വരിക. കാരണം കഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, കുറച്ച് ഭാഗ്യം കൂടി വേണം PSC റാങ്ക് ലിസ്റ്റിൽ വരെ. നിങ്ങളുടെ ഈ കാലത്തിലെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തതൊക്കെ എങ്ങനെയായിരുന്നു? എന്തുമാത്രം വെല്ലുവിളികളായിരുന്നു? ഞങ്ങൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പെട്ട്. കാരണം വെച്ചാൽ ഞങ്ങൾ തന്നെ ഇരുന്നാണ് അധികം പഠിക്കുന്നത്. നമ്മൾ തന്നെ ഇരുന്ന് പഠിച്ച് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ തന്നെ നമ്മൾ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെ ഫ്രീ ആയിട്ട് പഠിപ്പിക്കാമെന്ന് വരെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. നമ്മൾ ഒത്തിരി സ്ട്രഗിൾസ് ചെയ്താണ് നമ്മൾ ഈ നിലയിൽ വരെ എത്തിയത്. നമ്മുടെ പ്രതീക്ഷയായിരുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു. നമുക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടുള്ള ലൈഫ് തന്നെ നമുക്ക് ജോലിയാണ്.
നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിനെക്കാട്ടിയും വലിയൊരു കടമ്പ എന്ന് പറയുന്നത് ഫിസിക്കലാണ്. ആ ഫിസിക്കൽ നിങ്ങൾ കഴിഞ്ഞതല്ലേ? അപ്പോൾ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ഫിസിക്കൽ നല്ല പാടായിരുന്നു. നമ്മൾ ഇതുവരെയും ഒന്നും ഇത്രയും ഈ സമരം ചെയ്യുന്ന അത്രയും പാടുണ്ടായിരുന്നു? അതിനേക്കാളും നിങ്ങളിവിടെ ശയനപ്രതിഷ്ഠ നടത്തി ഉപ്പുകല്ലിൽ മുട്ടുകുത്തി നിന്നു, അത്രയും കാഠിന്യം ഉണ്ടായിരുന്നു ആ ഫിസിക്കൽ ടെസ്റ്റ്? അപ്പൊ നമുക്ക് മനസ്സിന് വേദന ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ സമരം ചെയ്യുമ്പോൾ മനസ്സിന് വേദന കൊണ്ടാണ് നമ്മൾ സമരം ചെയ്യുന്നത്. അന്ന് നമ്മൾ ഫിസിക്കൽ പാസ്സാവുക എന്നൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇവിടെ വന്ന് സമരം ചെയ്യുമ്പോൾ നമ്മളെ മനസ്സിന്റെ വേദനയും ശരീരത്തിന്റെ വേദനയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. ഫിസിക്കൽ നല്ല പാടായിരുന്നു. ഒരിക്കലും നമ്മൾ മുമ്പൊന്നും നമ്മൾ ഫിസിക്കൽ അങ്ങനെ ഒരു ഒന്നും ചെയ്യാതെ പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ശരീരത്തിന് ഉൾക്കൊള്ളാൻ പറ്റൂല. ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നാണ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സായത്. ഭയങ്കര സ്ട്രിക്റ്റും ആയിരുന്നു. ഒരുപാട് പേര് പരാജയപ്പെട്ടു. അതിൽ നിന്ന് വിജയിച്ചതാണ് നമ്മൾ ഇവരെല്ലാവരും. ഞാനിപ്പോ നോക്കുകയായിരുന്നു ഈ കുട്ടിയുടെ കൈമുട്ട്, അത് ഈ സമരത്തിനിടെ പറ്റിയതാണോ? അത് കാണിച്ചേ. ആര്യ, ഈ കൈ കണ്ടോ? ഈ കൈയില് പൊറ്റ പടർന്നിരിക്കുന്നത്. കാരണം മുറിവ് ഉണങ്ങി തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ഈ സെക്രട്ടറിയുടെ മുന്നിൽ ഈ സമരത്തിൽ പറ്റിയത് എങ്ങനെയാണ്? ഇത് ആ ശയനപ്രതിഷ്ഠ നടത്തിയപ്പോൾ? ശയനപ്രദക്ഷിണമല്ല, അല്ല നമ്മുടെ മുട്ടിലിഴങ്ങി പോയപ്പോൾ പറ്റിയതാണ്. ഫുട്പാത്തില് അങ്ങനെ പറ്റിയതാണ്. ഇവരുടെ എല്ലാം കണ്ണ് നിറഞ്ഞു തുളു. ഒരു കുട്ടിയുടെ മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെ അവിടെ നിന്നുള്ള കുട്ടികളുമായി കണ്ടപ്പോൾ ഇത് എല്ലാവരുടെയും തന്നെ കൈമുട്ടിന് പുറകിലൊക്കെ ഇങ്ങനെയാണ് കയ്യിൽ കർപ്പൂരം കത്തിച്ചതിന്റെ കുമിളകൾ, പൊള്ളലേറ്റുണ്ടായ കുമിളകളുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കണ്ണടച്ചിരിക്കുന്ന ആളുകളുടെ ഒന്ന് കണ്ണ് തുറക്കണം, അവരൊന്ന് ഞങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഇതിൽ അവരെല്ലാ സമരമാർഗവും സ്വീകരിക്കണം. ഒരു പക്ഷെ നമ്മളൊരു സമരം ഇങ്ങനെ കണ്ടിട്ടില്ല. ഓരോ ദിവസവും ഓരോ മാർഗം, ഒറ്റക്കാലിൽ നിൽക്കുന്നു. അങ്ങനെ എന്തൊക്കെ ചെയ്യാനാകുമോ അതൊക്കെ ചെയ്യുന്നു. പക്ഷെ അപ്പോഴും ആരും തിരിഞ്ഞു നോക്കുന്നില്ല അവരെ. തീർച്ചയായിട്ടും. സുധീഷ് ഇവിടെ നോക്കുക. ഇവിടെ അവര് ആ സമരമുറയുമായി പോകുമ്പോൾ ഇവിടെ 2 കുട്ടികൾ കിടക്കുന്നുണ്ട്. അവര് ഈ സമരത്തിന്റെ ഭാഗമാണ്. 12 ദിവസമായിട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്ന കുട്ടികളാണ്. അവര് ഈ പട്ടാപ്പകൽ ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെ ഫുട്പാത്തിൽ ഇങ്ങനെ പുതച്ച് കിടക്കേണ്ടി വരുന്നത് മറ്റൊരു ഗതികേടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ സമരത്തിലേക്ക് വരുന്നത്? കാരണം ഇവിടെ ഒരു കണക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ സമരം ചെയ്യുന്നതിന് തൊട്ട് മുന്നിൽ അതിൽ നിന്ന് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാണ്. അതായത് 2017 653 പേരുടെ ലിസ്റ്റായിരുന്നു. അന്ന് കട്ട് ഓഫ് മാർക്ക് 45.67 മാർക്കാണ്. അന്ന് 757 പേർക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടി. 2019 കട്ട് ഓഫ് മാർക്ക് 45 ആയിരുന്നു. അന്ന് 815 പേർക്ക് പോസ്റ്റിംഗ് കിട്ടി. ഇപ്പോൾ ഈ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അത് ഈ ഭാഗത്ത് എവിടെ ഉണ്ട്? അതിൽ ഇതുവരെ 292 നിയമനം മാത്രമാണ് ഇപ്പോൾ ഇവരുടെ ലിസ്റ്റിൽ നിന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ വളരെ ചുരുക്കം പേരെ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതെന്ന് വ്യക്തമാണ്. അപ്പോൾ ഇനി 6 ദിവസമാണ്. ഈ 6 ദിവസം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് നിർണായകമാണ്. എങ്ങനെ 6 ദിവസത്തിനുള്ളിൽ സർക്കാർ ഒരു തീരുമാനമെടുത്താൽ കുറച്ചു പേർക്കെങ്കിലും, ഒരു 100 പേർക്കെങ്കിലും അവർക്ക് പോസ്റ്റിംഗ് കിട്ടും. നിങ്ങൾക്ക് ഈ 6 ദിവസം കൊണ്ട് എന്തെങ്കിലും അത്ഭുതങ്ങൾ നടക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? പ്രതീക്ഷയുണ്ട്. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അവസാനം 19-ാം തീയതി വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഇനി നിരാശയായി. അത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? കാരണം നിങ്ങളുടെ ഏജ് ഓവറായി. നിങ്ങൾക്ക് PSC എന്ന് പറയുന്ന അല്ലെങ്കിൽ സർക്കാർ ജോലി എന്ന് പറയുന്ന പ്രതീക്ഷ അങ്ങേയറ്റം അസ്തമിക്കുകയാണ്. അതെ, നിരാശയായിരിക്കും. സമരം വിളിക്കുന്നത് പോലെ ഒരു ജീവച്ഛവങ്ങളായി മാറും നമ്മൾ. ഈ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ജീവിക്കാനുള്ള മാർഗം എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? ഏത് ജോലിക്ക് പോകും? അറിയില്ല. ഇതിപ്പോഴും പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് ഒരു പോസിറ്റീവ് ഉണ്ടാവും നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് വേറൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് ഒരുപാട് ആഗ്രഹിച്ച ജോലിയാണ്. അത്രയും ആഗ്രഹിച്ച, നമുക്കറിയാം കേരളത്തില് ശരാശരി മിക്കവാറും യുവാക്കളുടെ വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത് സർക്കാർ ജോലി തന്നെയാണ്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ ഒരുപക്ഷെ +2 ഒക്കെ കഴിയുന്ന ഉടനെ തന്നെ ആൾക്കാർ ഈ PSC കോച്ചിങ്ങിനും ഒക്കെ പോകുന്ന ഒരു നാടാണ് നമ്മുടേത്. കാരണം ഒരുപാട് തസ്തികകളിൽ നിയമനം നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ആ ഏതെങ്കിലും ഒരു തസ്തികയിൽ ചിലർ ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് സമരം തൊട്ടടുത്ത് നടന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ആദ്യത്തെ ദിവസം അവരുമായി സംസാരിക്കാനെങ്കിലും ആരോഗ്യവകുപ്പ് മന്ത്രി തയ്യാറായിരുന്നു. പിന്നീട് ഉണ്ടായില്ല. പക്ഷെ ആദ്യം അവരെ കേൾക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഇവരുടെ വിഷയത്തിൽ അതുപോലുമില്ല. അതാണ് ഇത്രയും ദിവസം ഈ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്തിട്ട് സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിൽ നിന്ന് ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു LD ക്ലർക്കോ അല്ലെങ്കിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റോ വന്ന്
ഇവരോട് എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഉള്ള പ്രതിസന്ധികൾ ഇതാണ്, ഞങ്ങൾക്ക് ഈ റിപ്പോർട്ട് ചെയ്യാൻ വേക്കൻസികൾ ഇല്ല എന്നെങ്കിലും പറഞ്ഞ് ഇവരെ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടി സമാശ്വാസമാകുമായിരുന്നു. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടന്നിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരുപാട് കാലത്തിന് ശേഷമാണ് സംസ്ഥാന മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഒരു ചോദ്യം ഉറപ്പായിട്ടും ഈ വനിതാ പോലീസുകാരുടെ റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അവർ അതിൽ ഏറെ പ്രതീക്ഷ വെച്ചു പുലർത്തിയിരുന്നു. കാരണം മുഖ്യമന്ത്രി എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ്. ഈ സമരം ഉറപ്പായിട്ടും പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തിയിരിക്കും. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്ന് ഒരു അനുകൂലമായ എന്തെങ്കിലും ഒരു പ്രസ്താവന ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വിപരീതമായി അദ്ദേഹം പോലും ആ ചോദ്യത്തിനോട് ഒരു തരത്തിലുള്ള മറുപടി പറയാനും തയ്യാറായില്ല. അതോടുകൂടിയാണ് അവർ വലിയ നിരാശയിലേക്ക് മാറിയത്. ഇപ്പോൾ